ഗോപാലകൃഷ്ണൻ ഞങ്ങൾ ന്യായീകരിക്കല്ല, അവൻ ചെയ്ത് തെറ്റന്നെയാ. രാധികയുടെ അച്ഛനോട് അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു എന്നത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. എനിക്കും അത് തന്നെ പറയാനുള്ളത്. താൻ അറിയാത്ത ഒരു രഹസ്യവും തന്റെ ഭർത്താവിനുണ്ടാവരുതെന്ന് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അതിനിവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. കാര്യങ്ങളൊക്കെ രാധികയ്ക്ക് ബോധ്യപ്പെട്ടതല്ലേ. പാവം, അവന്റെ ഇപ്പോഴത്തെ കോലം കണ്ട ആർക്കായാലും സങ്കടം വരും. അതിന് രാധിക വരില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ, അല്ലേ രാധികേ? എടാ, ഈ ഫ്ലാറ്റിലെ മുഴുവൻ പെണ്ണുങ്ങളും നിന്റെ ആരാധകരായത് എങ്ങനെയാ? നിന്റെ പാചക നൈപുണ്യം കൊണ്ട് രുചിയായ ഭക്ഷണം വെച്ച് വിളമ്പി കൊടുക്കാൻ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഏത് ഭാര്യ എന്ത് കോംപ്രമൈസിന് തയ്യാറാവും? നിനക്കറിയോ, ഒരു സ്ത്രീയുടെ മനസ്സിലേക്കുള്ള എളുപ്പ വഴി അവരുടെ നാവിലൂടെയാ. നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയുണ്ടല്ലോ, അത് അവളെ ഇവിടെ കെട്ടിയിടും. ശരിയാ, ഞാനന്ന് ലിഫ്റ്റിൽ വെച്ചുണ്ടാക്കിയ ബിരിയാണി കഴിച്ചോണ്ടായിരിക്കും അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയത്. ആഹാ, എങ്കിൽ പിന്നെ വേറൊന്നും ആലോചിക്കണ്ട, നീ വെപ്പ് തുടങ്ങിക്കോ. ഈശ്വര, ഇത് അദ്ദേഹമാണല്ലോ. അമ്മയോട് ക്ഷമിക്കും മോനെ, നീ എങ്കിലും രക്ഷപ്പെടും. ഇതെവിടെ നോന്നു? ആരെങ്കിലും ഓടി വരണേ, ദേ ഒരു കൊച്ച്. ചേട്ടാ ചേട്ടാ, ഒന്ന് ഓടി വന്നേ. എന്താ, എന്ത് പറ്റി? ദേ ഇത് തന്നെ പറ്റിയത്. ഇതാണോ വെച്ചാ? അതിനെ എനിക്കറിയാൻ പാടുള്ളത്. ആരോ വെച്ചത്? എന്റെ പൊന്നേട്ടാ, കൊച്ചിനെ പിടിച്ചൊന്ന് പുറത്തേക്ക് ഇറക്കിയേ. ദേ അച്ചാച്ചെന്നല്ല വിളിക്കുന്നത്. ദേ ആ കൊച്ചെന്താ ഒച്ച വെച്ചു എന്ന് പറഞ്ഞത് അച്ഛനാക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, വേണ്ട. ഞാൻ ഈ സാധനത്തിനെടുത്ത് പുറത്തേക്കാൻ പോവാ. എന്നിട്ട് വേണം വല്ല വണ്ടി കയറി ഞങ്ങൾ സമാനം പറയാൻ. എടുത്തോട്ട് പോടാ അവിടുന്ന്. ഞാൻ ഇവിടെ കൊണ്ടുപോവാൻ? തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ. വീട്ടിലേക്കാ? പിന്നെ അല്ല. എന്റെ ചേട്ടാ, എനിക്ക് കുട്ടികളുണ്ടാവാറായിട്ടില്ല. എന്താ തന്നെ ആണല്ലേ? അയ്യോ അതല്ല, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചാളേ ഉള്ളൂ. ഭാര്യയാണെങ്കിൽ പണി വീട്ടിൽ പോയിരിക്കാം. അതിന്റെ ഇടയിൽ അവിടെ നിന്ന് എങ്ങനെ ഒരു കുരുത്തക്കെട്ട കൊച്ച്? ചേട്ടാ, ഇതെന്റെ കൊച്ചല്ല. തന്റെ കൊച്ചല്ല അല്ലേ? എന്നാലും അനാഥാലയത്തിനും കൊണ്ടാക്കണോ? പിന്നെ ഈ കൊച്ചിനെ ഈ പരിസരത്തെങ്ങാനും ഇട്ടാലുണ്ടല്ലോ, തന്റെ കയ്യും കാലും ഓടിച്ച് ചവിട്ടിക്കൂട്ടി ചിരട്ടയിലാക്കി പുഴയിലൊഴുക്കും. അനാഥാലയം പോട്ടാറടക്കാൻ നീങ്ങി കൊച്ചെ. ആരെപ്പോ ഒന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ കുട്ടി അവരുടെ കൂടെ പറഞ്ഞുവിടാം. എനിക്ക് യാതൊരു പരാതിയില്ല. പിന്നെ അതുവരെ അത്യാവശ്യത്തിന് ഈ പണം മുഴുവൻ വെച്ചോളൂ. അതുപോലെ എന്താ ആവശ്യം വന്നാലും എന്നെ വിളിക്കാൻ മടിക്കണ്ട, എന്റെ ഫോൺ നമ്പർ. അയ്യോ, ഇനി നമ്മൾ തമ്മിലൊരു ബന്ധമില്ല കേട്ടോ. എന്ന് ഞാൻ പറട്ടെ. എന്നെ നോക്കി ചാച്ചാന്നൊക്കെ വിളിച്ച് അച്ഛനാക്കാൻ നോക്കല്ലേ കൊച്ചൻ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ അമ്മയോട് ചോദിച്ചോളാൻ പറയായിരുന്നു ഞാൻ കൊച്ചിനോട്. ചോദിച്ചോളൂ, അമ്മയോട് ചോദിച്ചോളൂ. ആ പോയത് നിന്റെ അച്ഛനാണെന്ന് നിന്റെ അയാളുടെ മുഖം കണ്ടാൽ അറിയത്തില്ലേ? ആഹാ, രാധിക വന്ന് കയറിയ സമയം എത്ര കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു ഗോപാലകൃഷ്ണൻ. അതാണ് ഈ മനപ്പുറത്തെന്ന് പറയുന്നത്. നീ ചെന്ന് ഫോൺ എടുക്ക്. അയാള് തന്ന നമ്പർ തന്നെയാണല്ലോ ഇത്, ആരും എടുക്കുന്നില്ലല്ലോ. ഹലോ ഹലോ, ഗോപാലകൃഷ്ണന്റെ വീടല്ലേ? അതെ. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. എന്താ കാര്യം? ഇത് സെന്റ് മേരീസ് ഓർഫനേജിൽ നിന്നാ. കുറച്ചു മുമ്പ് ഗോപാലകൃഷ്ണൻ അയാളുടെ കുട്ടി ഇവിടെ ഏൽപ്പിച്ചിരുന്നു. പക്ഷെ പേരെന്താന്ന് പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെക്കാമോന്ന് അറിയാൻ വേണ്ടിട്ടാ വിളിച്ചത്. ഹലോ ഹലോ ഹലോ, എന്തു പറ്റി? ഹലോ, അതെ, ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. നിങ്ങക്ക് പറയാൻ പറ്റൂല്ലെങ്കിൽ അത് പറ. നിങ്ങൾ ആരാ? എങ്ങനെയുണ്ടായാലും സംരക്ഷിക്കാൻ കുറെ അനാഥാലയങ്ങളുണ്ടല്ലോ. മനസ്സിലായല്ലോ, ഗോപാലകൃഷ്ണൻ ഒരു കുട്ടിയുണ്ടെന്ന്. ബ്ലഡി ചീറ്റ്. രാധിക, എന്താ എല്ലാരും കൂടെ? വാ.